ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്നത്തെ വീഡിയോ നല്ലൊരു സന്തോഷമുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. എല്ലാ വീഡിയോസും അങ്ങനെ തന്നെയാണ്. പക്ഷേ ഇന്നത്തെ വീഡിയോയ്ക്ക് ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ കാരണം മറ്റുള്ള ആൾക്കാരുടെ വയറെന്നറിയാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു കാര്യം തന്നെയല്ലേ. നമുക്ക് പൈസ കൊണ്ട് നമുക്ക് സഹായിക്കാൻ കഴിയാത്ത പല ആൾക്കാരും ഉണ്ടാവും. പക്ഷെ നമ്മൾ കാരണം മറ്റുള്ള ആൾക്കാരുടെ ഒരു നേരത്തെ അന്നത്തിന് നമ്മൾ കാരണമാവുന്നുണ്ടെങ്കിൽ അവരുടെ വിശപ്പിന് നമ്മൾ ശമനം കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മളാണെന്നുണ്ടെങ്കിലോ അത് നല്ല കാര്യം തന്നെയല്ലേ. അപ്പം ഇന്നത്തെ വീഡിയോ ഒരു പൊതിച്ചോറ് ഉണ്ടാക്കുന്നതാണ് കേട്ടോ. ഇപ്പം DYFIക്കാരുടെ ഒരു നമ്മുടെ ഹൃദയപൂർവ്വം പൊതിച്ചോറില്ലേ, നമ്മളെ ഹോസ്പിറ്റലുകളിലൊക്കെ അങ്ങനത്തെ ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പം ഞാൻ നാട്ടിൽ പോയ സമയത്ത് ഇതിപ്പം അമ്മ അങ്ങനെ എല്ലാത്തിലും കൊടുക്കലുണ്ട്. അപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്നും അങ്ങനെ എല്ലാ വീടുകളിലൊന്നും അങ്ങനെ കൊടുക്കലുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യം പോയപ്പോൾ 5 പൊതിച്ചോറായിരുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ചില സമയത്ത് 3 അല്ലെങ്കിൽ ചില സമയത്ത് 5. അത് എൻ്റെ അച്ഛന് പണി ഉണ്ടാവുന്നതിനനുസരിച്ചാണ്. അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് വരുമാനം കാര്യങ്ങളും അതിനനുസരിച്ച് നമ്മൾ കൊടുക്കും. അപ്പോൾ നല്ലോണം ഉണ്ടെങ്കിൽ നല്ലോണം കൊടുക്കും, ഇല്ലയെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇപ്രാവശ്യത്തെ കറികളെന്ന് പറയുമ്പോൾ അമ്മ എല്ലാത്തിലും 5 ചോറാണ് കേട്ടോ നമ്മൾ പറഞ്ഞിരുന്നത്. അപ്പോൾ കൊടുക്കാൻ അമ്മ അങ്ങനെ മനസ്സിൽ വിചാരിച്ചിരുന്നു എന്ന് പറഞ്ഞു. അപ്പം എന്നായിക്കോട്ടെ 5 ചോറ് തന്നെ ആയിക്കോട്ടെ എന്ന് കരുതി അങ്ങനെ എല്ലാത്തിലും ചോറൊക്കെ വിളമ്പി. അപ്പം വീട്ടിലാണെന്നുണ്ടെങ്കിൽ ഇടിച്ചക്ക ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇടിച്ചക്ക മുതിരും കൂടിയിട്ട് ഉപ്പേരി വെച്ചതുണ്ട്. പിന്നെ അമ്മ ഉള്ളി സാമ്പാറാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത്. ഉള്ളി സാമ്പാർ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. അപ്പം ഞാൻ വീട്ടിലുണ്ടായ സമയത്ത് അമ്മ അതന്നെ ഉണ്ടാക്കി. അപ്പോൾ ഉള്ളി സാമ്പാർ വെച്ചു. പിന്നെ കൊണ്ടാട്ടമുളകുണ്ട്, നമ്മൾ ഉണക്കിയത് നമ്മൾ തന്നെ തൈരിലൊക്കെ ഇട്ടിട്ട് നമ്മളത് ഉണക്കിയെടുക്കുന്നതാണ്. അങ്ങനെ കൊണ്ടാട്ടമുളക് വറുത്തും. പിന്നെ അതുണ്ടായിരുന്നു. പിന്നെ പുളിയിഞ്ചി ഉണ്ട് വെച്ചു. അതേപോലെ തന്നെ ഇനിയിപ്പോൾ പൂരങ്ങളൊക്കെ അല്ലേ വരാൻ പോണത്, ശിവരാത്രിയും അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പം നമ്മളവിടുത്തെ പൂരമൊക്കെ കഴിഞ്ഞിരുന്നു. അപ്പോൾ ആ സമയത്ത് നമ്മൾ പുളിയിഞ്ചിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുളിയിഞ്ചി ഉണ്ടാക്കി. പിന്നെ അച്ചാർ, നാരങ്ങച്ചാറാണ്, നാരങ്ങച്ചാർ വെച്ചു. പിന്നെ പപ്പടം വെച്ചു. അങ്ങനെ എല്ലാതും ഉണ്ടായിരുന്നു കേട്ടോ. പപ്പടം ഉണക്കമുളകും നമ്മളൊരു ഇതിൽ തന്നെ വെച്ച് കഴിഞ്ഞാൽ തണുക്കില്ലേ, അപ്പോൾ അതുകൊണ്ട് അത് രണ്ടും ഒരു കവറിലാക്കിയിട്ട് നമ്മളങ്ങനെ വെക്കുകയാണ്, സെപ്പറേറ്റാക്കി വെക്കുകയാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ അവരങ്ങനെ വന്നു, നമ്മളെല്ലാം പാക്കിങ്ങൊക്കെ ആയിട്ട്. അപ്പോൾ അമ്മനോട് പറഞ്ഞ് അമ്മ എന്താ പറയുക വീഡിയോ എടുക്കട്ടെ ചോദിച്ചപ്പോൾ അമ്മനോട് പറഞ്ഞു ഇതൊക്കെ ഇപ്പോൾ ആൾക്കാരെ കാണിക്കാൻ എന്താവുമോ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു അതല്ല, അവർക്ക് മറ്റുള്ളവർക്ക് കാണുമ്പോഴും ഒരു സന്തോഷമല്ലേ, അതുകൊണ്ട് അങ്ങനെ എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ. നമുക്കും കാണുമ്പോൾ ഒരു സന്തോഷമാണ്. അപ്പോൾ അങ്ങനെ എല്ലാം തയ്യാറാക്കി, അങ്ങനെ 5 പൊതിച്ചോറും തയ്യാറാക്കി അവർ വന്ന്